നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണം. തോട്ടം തൊഴിലാളി ശ്രീജയുടെ വീട് കാട്ടാന ഭാഗികമായി തകർത്തു. പുലർച്ചെ 2 മണിയോടെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. വീട്ടുകാർ അടുക്കള ഭാഗത്തു കൂടി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ചാലക്കുടി KSRTC റോഡിലെ നക്കര ബിൽഡിംഗിൽ ബിവറേജ് ഔട്ട്ലെറ്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിൽ സമീപവാസികളായ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. KSRTC റോഡിൽ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്താണ് ബിവറേജിന് ഉദ്ദേശിക്കുന്ന കെട്ടിടം നിലനിൽക്കുന്നത്. ഔട്ട്ലെറ്റ് വരുന്നതോടെ ഈ മേഖലയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകും. ഇടപാടുകൾ നടത്താത്ത ആളുകൾക്ക് ജപ്തി നോട്ടീസ് അയച്ച് അങ്കമാലി അർബൻ ബാങ്ക്. നോട്ടീസ് ലഭിച്ചവർ ബാങ്കുമായി ഇടപാട് നടത്താത്തവരെന്ന് പരിശോധനയിൽ കണ്ടെത്തി. തുടർന്ന് അർബൻ സഹകരണ സംഘ ഓഫീസിന് മുൻപിൽ നിക്ഷേപകർ ധർണ സംഘടിപ്പിച്ചു. സർക്കാർ സ്കൂളിന്റെ മേൽക്കൂര അടർന്നു വീണ് അപകടം. തിരുവില്ലാമല GLP സ്കൂളിലെ മേൽക്കൂരയാണ് ഇന്ന് രാവിലെ ക്ലാസ് നടക്കുമ്പോൾ അടർന്നു വീണത്. മേൽക്കൂരയിൽ നിന്ന് ഓടുൾപ്പെടെയാണ് താഴെ വീണത്. കുട്ടികൾ ഇരിക്കുന്നതിന് മറുഭാഗത്താണ് മേൽക്കൂര വീണത്. ഇതിനാൽ പ്രീ പ്രൈമറി ക്ലാസ് വിദ്യാർത്ഥികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും തൃശൂർ അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി ആത്മയും ചേർന്ന് നടത്തുന്ന കിസാൻ മേളയ്ക്ക് തുടക്കമായി. ചെമ്പുക്കാവ് അഗ്രികൾച്ചറൽ കോംപ്ലക്സിൽ വെച്ച് നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ നിർവഹിച്ചു. K-സ്മാർട്ടിന്റെ ഭാഗമായി ചാലക്കുടി നഗരസഭയിൽ ആദ്യ വിവാഹ സർട്ടിഫിക്കറ്റ് കൈമാറി. ജില്ലയിൽ ഈ പദ്ധതി പ്രകാരം ആദ്യമായി വിതരണം ചെയ്യുന്ന നഗരസഭ ചാലക്കുടിയാണ്. നഗരസഭ ചെയർമാൻ എബി ജോർജ്, മാർക്കസ്, റോഷിത ദമ്പതികൾക്ക് ആദ്യ സർട്ടിഫിക്കറ്റ് കൈമാറി. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതിശക്തമായ മഴ കണക്കിലെടുത്ത് വെള്ളിയാഴ്ച ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തകഴിയുടെ ചെമ്മീൻ എന്ന നോവലും കഥകളും ജാപ്പനീസിലേക്ക് വിവർത്തനം ചെയ്ത എഴുത്തുകാരി തക്കാക്കോ അന്തരിച്ചു. രാവിലെ 11-ന് കൂനമ്മാവിലെ വസതിയിലായിരുന്നു അന്ത്യം. തകഴിയെക്കുറിച്ച് 2 ഡോക്യുമെന്ററികളും നിർമ്മിച്ചിട്ടുണ്ട്. 1967-ൽ തോമസ് മുല്ലൂരിനെ വിവാഹം കഴിച്ചാണ് ജപ്പാനിലെ ഇറ്റാമയ സ്വദേശിനിയായ തക്കാക്കോ കേരളത്തിലെത്തുന്നത്. നിരോധിക്കപ്പെട്ട PFI അംഗങ്ങളുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെ വെല്ലുവിളിച്ച് TN പ്രതാപൻ MP. അതേസമയം യൂത്ത് കോൺഗ്രസ് തൃശൂരിൽ നടത്തിയ ചാണകവെള്ളം തളിച്ചുകൊണ്ടുള്ള സമരത്തെ പ്രതാപൻ തള്ളിപ്പറഞ്ഞു. ചാണകവെള്ളം തളിച്ച സമരത്തോട് യോജിപ്പില്ലെന്ന് പ്രതാപൻ വ്യക്തമാക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ്. കേരള ബാങ്ക് കർഷകരുടെ കഴുത്തിൽ കുരുക്കിടുകയാണെന്നും മാർ ജോസഫ് പാംപ്ലാനെ കണ്ണൂരിൽ പറഞ്ഞു. 8 മാസമായി കർഷകർക്ക് സബ്സിഡി നൽകിയിട്ടില്ല. കർഷകരുടെ കാര്യം പറയുമ്പോൾ മാത്രം പണമില്ല. റബ്ബർ ഉൽപാദക സംഘങ്ങളുടെ കളക്ടറേറ്റ് മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സിലൂടെ സമാപിക്കുന്നു. നമസ്കാരം.